ഹായ്. എ വാം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമുക്ക് ഇന്ന് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ 5-6 ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും മോർണിംഗിൽ മെഡിറ്റേഷനോട് കൂടിയിട്ടാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇപ്പോൾ എല്ലാവരും എക്സാമിനെ ഫേസ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ എക്സാമിന് എങ്ങനെ നമുക്ക് പിന്നെ വളരെ കാമായിട്ടും ഇത്രയും കാലം നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്ത രീതി ഒന്ന് മാറിയിട്ട് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പേടി, അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മളോട് എക്സാമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കൊളീഗ്സ് ഒക്കെ സംസാരിക്കുകയാണെങ്കിലും ഒക്കെ വളരെ ആയിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് ഒരു പ്രഷറോട് കൂടിയിട്ടും അല്ലെങ്കിൽ സ്ട്രെസ്സോട് കൂടിയിട്ടൊക്കെ എക്സാമിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ നോർമലാണ് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ പിന്നിലുള്ള കാര്യം, നമ്മൾ ജീവിതത്തിലെ എന്ത് ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പബ്ലിക് എക്സാം ആണെന്നുണ്ടെങ്കിലും, അതുപോലെ ജീവിതത്തിൽ നമ്മൾ ഓരോ സമയങ്ങളിലും അത്രയും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ എക്സാമുകൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു എന്തൊരു ചാലഞ്ച് നമ്മുടെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ചാലഞ്ചിന്റെ പിന്നിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ഈ എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച് നമ്മൾ വിജയിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അടുത്ത ഹയർ കോഴ്സുകളിലേക്ക് പോകാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി എക്സാമിന്റെ ബാക്കിൽ നമ്മളെ കാത്തിരിക്കുന്നത്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് ലക്ഷ്യവും ഗോളുകളും കാര്യങ്ങളും ഡ്രീമും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഡ്രീം ആക്ച്വലി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒന്നാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ആ സന്തോഷം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സക്സസിനെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ടും മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ടും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സക്സസിന് വേണ്ടിയിട്ട് വളരെ മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ എക്സാമിന് വേണ്ടി അങ്ങനെ ഫേസ് ചെയ്യാനുള്ള പുതിയൊരു രീതിയിൽ നമുക്ക് എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഐഡിയ നമ്മൾ വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാര്യം നമ്മൾ ഫസ്റ്റ് ഒരു 7 days നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക, അതിൽ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിനകത്ത് ഇത് പരീക്ഷിച്ച് നോക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. സോ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അതായത് എക്സാമിനെ നമ്മൾ വളരെ പ്ലഷറോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റണം, അത്രയും കാമായിട്ടുള്ളയും കൂളായിട്ടുള്ളയും പിന്നെ സന്തോഷത്തിന്റെ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തോളും, നമ്മുടെ മനസ്സ് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ തരുന്നുണ്ടാവും. നമ്മുടെ ഹൃദയം എന്താണെന്ന് നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാനുള്ള ഒരു പുതിയൊരു കേൾവി നമ്മുടെ അകത്ത് ഓണാകുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഹൃദയത്തെ കേൾക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് എന്താണ് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ അകത്തേക്ക് കുറച്ച് സമയം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സെഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ എന്ത് കാര്യം, ഇത്രയും പ്രഷറിൽ എന്ത് കാര്യം വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അകത്തേക്ക് ഒരു സെക്കൻഡ് ശ്രദ്ധിക്കാനുള്ള ഒരു പുതിയ കഴിവിനെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്ത പുതിയൊരു കാര്യത്തെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്. വൺസ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പം കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ദിവസവും റെഗുലറായിട്ട് നമ്മൾ ഒരു ജിമ്മിൽ പോവുക, എന്നിട്ട് നമ്മൾ റെഗുലറായിട്ട് ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ ശരീരം പതിയെ പതിയെ ആ കാര്യം പഠിച്ച് വരുന്നുണ്ടാവുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ള കാര്യം നമ്മളെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ ദിവസവും ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ
ഉറപ്പായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിനിമം ഒരു 21 days എങ്കിലും നമ്മൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണോ നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത്, ഇതേ എഫക്റ്റ് നമ്മുടെ മെന്റൽ ഫിറ്റ്നസ്, നമ്മുടെ മനസ്സിന്റെ ശക്തി, ആ ഒരു ശക്തി നമുക്ക് ആർജിച്ചെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കണ്ണടച്ച് എങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ചിന്തകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസും അതുപോലെ തന്നെ ശ്രദ്ധ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥനെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്നുള്ള ഈ ഒരു പ്രോസസ്സ്. സോ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ദിവസത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്നും നമുക്ക് കുറച്ചുകൂടെ നമ്മളെ മെമ്മറിയിലേക്കും നമ്മളെ ഹൃദയത്തിലേക്കും ഒക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ മെഡിറ്റേഷൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഗുണം, എക്സാമിന്റെ ഫിയർ അല്ല, എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഒരു എന്താ പറയാ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതിന് കൂടുതൽ എഫക്റ്റീവായിട്ട്, ഇപ്പം ഒരു പ്രഷറോട് കൂടിയും ഫിയറോട് കൂടിയിട്ടും സ്ട്രെസ്സോട് കൂടി പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 10 times എങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പിന്നെ അത് നമ്മുടെ അകത്ത് കൃത്യമായിട്ട് അടുക്കി ഫോൾഡർ പോലെ നമുക്ക് സേവ് ചെയ്തെടുക്കാനും നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ആ മെമ്മറിയിൽ നിന്ന് തിരിച്ച് റീകളക്ട് ചെയ്യാനുള്ള ആ കഴിവ് ഒരു പ്രഷറിൽ ഇരുന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫിയറിൽ ഇരുന്നിട്ടോ ചെയ്യുന്ന ഒറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10 times മോർ ആയിരിക്കും നിങ്ങളുടെ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. അറ്റ് ദ സെയിം ടൈം എക്സാം വരെ മസ്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എല്ലാ ദിവസവും. നമ്മൾ ഈ 7 days എന്നുള്ളത് നിങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചറിയാം. കൂടുതൽ ക്വാണ്ടിറ്റി ആൾക്കാരെല്ലാം നമ്മൾ ഇനീഷ്യലി നോക്കി വളരെ ചെറിയൊരു ഗ്രൂപ്പിലേക്ക് ഈ ഒരു കാര്യം നമ്മളെ ഇങ്ങനൊരു ഒരു ഒരു സാധ്യത ഓപ്പൺ ആക്കുമ്പോൾ എന്തുമാത്രം ആളുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് അതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. വലിയ നമ്പർ അല്ല, ചെറിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതിൽ വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ സ്വയം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഇത്രയും ഒരു എന്താ പറയുക ഇത്രയും നല്ലൊരു ഇൻറ്റൻഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ എന്തായാലും ഇപ്പം സമയമായി, നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്ക് കിടക്കാം. നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ളതിൽ നിരന്തരം നമുക്ക് തുടങ്ങിയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള വിസ്ഡം കൂടെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ എങ്ങനെ ബെറ്റർ ആക്കാം, ഇനി കുറച്ചും കൂടെ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ ബെറ്റർ ആക്കാൻ എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. എനിവേ നമ്മൾ എന്തായാലും അടുത്ത മെഡിറ്റേഷനിലേക്ക് പോകാൻ പോവാണ്. സോ ആ ഒരു ഫേസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് റിൻഷീന മാമിനെ ഈ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. Thank you so much, Sharif sir, for the wonderful introduction. ഒരുപാട് കാര്യങ്ങൾ മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു തന്നു. ഇൻ എനി കേസ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. നിങ്ങളെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം, ബോഡിയൊക്കെ റിലാക്സ്ഡ് ആക്കാം. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ജസ്റ്റ് കംഫർട്ടബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താം. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. Just be aware, ഇരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചും ഒക്കെ ഒന്ന് അവെയർ ആവാം. സ്ലോലി നിങ്ങളെ ശ്വാസം ഒന്ന് ഫോക്കസ് ചെയ്യാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാം.
slowly, ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കാം. Just breathe in, hold on and breathe out. Slowly close your eyes. പതിയെ കണ്ണുകൾ അടയ്ക്കാം. Once again, take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on and breathe out. Breathe in. Hold on and breathe out. പതിയെ ശ്വാസത്തിന് നിങ്ങളുടേതായ താളത്തിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. കുറച്ചു സമയം ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കാം. Breathe in. Hold on and breathe out. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. കാലുകൾ, കൈകൾ, ഷോൾഡേഴ്സ്, ശരീരത്തിന്റെ പുറം ഭാഗം, ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ ഭാഗം കൂടുതൽ റിലാക്സ്ഡ് ആകുന്നതായി അനുഭവിക്കാം. Now just take a moment. നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ചുറ്റുമുള്ളതിൽ നിന്നൊക്കെ ഫോക്കസ് മാറിയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ശരീരം, just focus on yourself. Now just focus on your heart.
നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ഫീൽ ദ ഹാർട്ട്. ഹാർട്ടിനെ നന്നായി ഫീൽ ചെയ്യാം. ഹാർട്ട് നിങ്ങൾക്കായി ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. Thank you, my heart, for all the things you do for me. എനിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. Just feel the heart. Just feel the heart and you can just call it, oh my heart. എൻ്റെ ഹൃദയമേ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. Stay there. ഇതേ ഒരു സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിക്കാം, what is that one message you want to give me? ഇന്ന് എനിക്ക് തരാനുള്ള മെസ്സേജ് എന്താണ്? Listen to that. നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. ആ ഒരു മെസ്സേജ് കിട്ടി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ you can just prepare to come back.
ഒന്നുകൂടി ഹൃദയത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വരാം. Slowly take your time and focus on your breath. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. Hold on and breathe out. Take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on and breathe out. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുവിട്ട് തിരിച്ചു വരാം. Slowly breathe in, breathe out and open your eyes. കണ്ണുകൾ പതിയെ തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? തിരിച്ചെത്തിയോ? ഓക്കെ, സോ മെഡിറ്റേഷന്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഷെയർ ചെയ്യാം. നമ്മള് മെഡിറ്റേഷനിൽ നമ്മൾ ഓൾവേസ് ഇന്നർ വേൾഡിലേക്കാണ് അല്ലെ പോകുന്നത്. നമ്മൾ പുറത്ത് എവിടെയും അല്ല, ജസ്റ്റ് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ അവിടെ എൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പം റൂമിയുടെ ഒരു കോട്ട് ഉണ്ട്, നിങ്ങൾ പുറത്തുള്ള ലോകത്തിനേക്കാളും വലിയൊരു ലോകം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ്. അപ്പം ഉള്ളിലുള്ള ലോകത്തിലേക്ക് നമുക്ക് എങ്ങനെ പോവാം, എങ്ങനെ ട്രാവൽ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെയാണ് പോവുക, സെൽഫ് റിഫ്ലക്ഷൻസിലൂടെയാണ് പോവുക. അപ്പൊ നമ്മള് ഉള്ളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മളുടെ ഹൃദയം അല്ലെ, ഫോളോ യുവർ ഹാർട്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വളരെ കാം ആയിട്ടിരുന്ന് വളരെ മൈൻഡ്ഫുൾ ആയിട്ടിരുന്നിട്ട് നമ്മളുടെ ഹാർട്ടിനെ ലിസൺ ചെയ്യുമ്പോഴാണ് വാട്ട് ഈസ് ദാറ്റ് മെസ്സേജ്, അല്ലെങ്കിൽ ശരിക്കും എൻ്റെ ഹാർട്ടിന് എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുക. സോ അതുപോലെ ഒരു പ്രോസസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. യു ക്യാൻ ഡു ദിസ് എഗെയിൻ. നിങ്ങൾ ജസ്റ്റ് കാം ആയിട്ടിരുന്നിട്ട് നിങ്ങളുടെ ഹാർട്ടിനെ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വാട്ട് ഈസ് ദാറ്റ് വൺ മെസ്സേജ് മൈ ഹാർട്ട് വാണ്ട് ടു ടെൽ മീ എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ മെഡിറ്റേഷൻ. So we will wind up the session.
സോ ഷഹീർ സാർ നേരത്തെ പറഞ്ഞതുപോലെ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ട്രെയിനിങ് അല്ലെ, നമ്മൾ നമ്മുടെ മൈൻഡിനെ തന്നെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ്. സോ ട്രൈ ടു ബി കൺസിസ്റ്റന്റ് എന്നും ഈ ഒരു 21 ഡേയ്സിൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കാം. സോ എല്ലാ ദിവസവും ജോയിൻ ചെയ്യാം. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ. സീ യു ടുമോറോ.